പാർലമെന്റിൽ രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നതിനിടെ അഹമ്മദ് എം പി കുഴഞ്ഞു വീണു. ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും നില അതീവ ഗുരുതരമെന്നാണ് റിപ്പോർട്ടുകൾ. വെന്റിലേറ്ററിൽ മാറ്റാനുള്ള സാധ്യത കൂടി വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ വിശദാംശങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, ഇപ്പോഴെന്താണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ടോ? ദേശീയ അധ്യക്ഷനും മുൻ വിദേശകാര്യ സഹമന്ത്രിയുമായിരുന്ന അഹമ്മദിനെ ഹൃദയാഘാതത്തെ തുടർന്നാണ് ഈ പാർലമെന്റിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് പിന്നീട് പാർലമെന്റിലെ എം പിമാരും അതോടൊപ്പം അവിടുത്തെ ഉദ്യോഗസ്ഥരും ചേർന്ന് ആംബുലൻസിൽ ദില്ലിയിലെ RML ആശുപത്രിയിൽ എത്തിച്ചത്. RML ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില വീണ്ടും ഗുരുതരമാകുന്ന ഒരു സ്ഥിതിയായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ ബ്ലഡ് പ്രഷറും മറ്റും ഉയർന്ന തോതിലേക്ക് കൊണ്ടുവരുവാൻ ഡോക്ടർമാർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. യന്ത്രസഹായത്തോടെയാണ് ഈ ശ്വസന പ്രക്രിയ മറ്റും പുരോഗമിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സ്ഥിതി ഗുരുതരം എന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. വിവിധ കോൺഗ്രസ് നേതാക്കളെല്ലാം ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിലെ എം പിമാർ ഒന്നടങ്കം ഇപ്പോൾ ഈ RML ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ സന്ദർശിക്കുവാനായി എത്തുന്നു. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആശുപത്രിയിൽ എത്തിയ ശേഷം മാധ്യമങ്ങൾ മുമ്പാകെ അറിയിച്ചത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിന്റെ ജീവനായി പ്രത്യാശ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. ഡോക്ടർമാർ നൽകുന്ന സ്ഥിരീകരണ പ്രകാരം അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുണ്ടായിരുന്ന കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആശുപത്രിയിൽ എത്തുകയും തുടർന്ന് സ്ഥിതിഗതികൾ ആരായുകയും ചെയ്തു. ഈ ഡോക്ടർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തുടർന്ന് അഹമ്മദിനെ വെന്റിലേറ്ററിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. തുടർന്ന് ഇപ്പോൾ യന്ത്രസഹായത്തോടെയാണ് ഇദ്ദേഹത്തിന്റെ ശ്വസനവും മറ്റും പുരോഗമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആരോഗ്യസ്ഥിതി ഗുരുതരം എന്ന് തന്നെയാണ് അവസാനമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രതീഷ്, മനു, അകത്തേക്ക് പോയ എംപിമാർ, കേരളത്തിൽ നിന്നുള്ള എംപിമാരൊക്കെ തന്നെ കണ്ട ശേഷം ഡോക്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പുറത്തേക്ക് നൽകുന്ന സൂചനകൾ എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരം എന്ന് തന്നെയാണ് എം പിമാർ അറിയിക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് എത്തിയ ശേഷം കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഇങ്ങനെ തന്നെയാണ് നിലപാട് അറിയിച്ചത്. നമ്മൾക്ക് അദ്ദേഹത്തിന്റെ ജീവനായി പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് AK ആന്റണിയും പ്രവർത്തക സമിതി അംഗം കൂടിയായ AK ആന്റണിയും ആശുപത്രിയിൽ എത്തി ഇദ്ദേഹത്തിന്റെ കാണുവാനായി എത്തിയിരുന്നു. ഇതിനുശേഷം AK ആന്റണിയും പ്രതികരിച്ചത് ഇദ്ദേഹത്തിന്റെ വ്യക്തമാണ് മനു ശങ്കർ. ഇപ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് അഹമ്മദ് പോകുന്നത്.